കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബീസ്. കഥാസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥകൾ അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഈ എപ്പിസോഡിലും ഞാനൊരു കഥ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കഥയുടെ പേര് ഗൂഢവിദ്യ തേടിപ്പോയ ശിഷ്യൻ. അറിവുകൾക്കൊപ്പം അത്ഭുത വിദ്യകളും ശിഷ്യന്മാരെ പഠിപ്പിച്ച ഗുരുവിൻ്റെ കീർത്തി നാടെങ്ങും പരന്നിരുന്നു. നിഗൂഢ വിദ്യകൾ സ്വായത്തമാക്കിയാൽ അന്യരുടെ ആദരവ് നേടാമെന്നും ധനസമ്പാദനത്തിന് അത് പ്രയോജനപ്പെടുത്താനാകുമെന്നും കരുതിയ ഒരുവൻ ആചാര്യന്റെ ശിഷ്യനാകണമെന്ന ഉദ്ദേശത്തോടെ ഗുരുകുലത്തിലേക്ക് പുറപ്പെട്ടു. വളരെ ഭയഭക്തി ബഹുമാനത്തോടൊക്കെയാണ് അയാൾ ഗുരുവിന്റെ മുമ്പിൽ എത്തിയത്. അനാഥനും അഗതിയുമായ തന്നെ ഗുരുവിന്റെ ശിഷ്യരിൽ ഒരാളായി പരിഗണിക്കണമെന്നും അന്തേവാസിയായി സ്വീകരിക്കണമെന്നും അപേക്ഷിച്ചു. വെറുതെ അങ്ങനെ ഒരാളെ ശിഷ്യനായിട്ട് ഗുരുക്കന്മാരാരും സ്വീകരിക്കാറില്ല. ഒരു ശിഷ്യന് വേണ്ട പ്രാഥമിക ഗുണങ്ങൾ അയാൾക്കുണ്ടോ എന്നറിയാൻ ആചാര്യൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ അയാൾ നൽകിയ മറുപടി ഒന്നും അദ്ദേഹത്തിന് തൃപ്തികരമായിരുന്നില്ല. തന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ എത്തിയവൻ മനസ്സുകൊണ്ട് അതിനൊരുങ്ങിയിട്ടില്ലെന്നും നിഗൂഢ ശാസ്ത്രങ്ങളിലെ രഹസ്യങ്ങൾ എളുപ്പത്തിൽ നേടുക എന്ന സ്വാർത്ഥ ലക്ഷ്യമേ ഉള്ളൂ എന്നും ഗുരുവിന് ബോധ്യമായി. ആചാര്യൻ അയാളെ പറഞ്ഞയക്കാൻ ശ്രമിച്ചെങ്കിലും ഉപജീവനത്തിന് മാർഗമില്ലാത്തവനാകയാൽ തന്നെ കൈവിടരുതേ എന്ന് അയാൾ വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. മനസ്സലിഞ്ഞ ഗുരു അയാളെ തന്റെ പരിചാരകനായി കഴിഞ്ഞുകൊള്ളാൻ അനുവദിച്ചു. ഗുരുകുല ജീവിതത്തിനിടയിൽ വിദ്യ നേടാൻ അയാൾ പ്രാപ്തനാവുമെങ്കിൽ അത് നൽകാനും തീരുമാനിച്ചു. വളരെ കാലം അയാൾ ഗുരുവിനെ പരിചരിച്ച് ആശ്രമത്തിൽ കഴിഞ്ഞു. അപ്പോഴും അയാളുടെ മനസ്സ് നിസ്വാർത്ഥവും നിർമ്മലവുമായി പരിപാകപ്പെട്ടിരുന്നില്ല. ഗൂഢവിദ്യകൾ മാത്രം കൈക്കലാക്കിയാൽ എല്ലാം നേടി എന്ന വിചാരത്തോടെ അയാൾ ദിവസങ്ങൾ തള്ളി നീക്കി. ഗുരുവിന് അയാളുടെ സ്വാർത്ഥത നിറഞ്ഞ പെരുമാറ്റം പലപ്പോഴും അനിഷ്ടങ്ങളുണ്ടാക്കി. പക്ഷെ അതൊന്നും അവൻ പുറത്തു കാട്ടാതെ ഒരിക്കൽ അദ്ദേഹം അവനോട് ചോദിച്ചു, നിന്റെ പരിചര്യകളിൽ ഞാൻ തൃപ്തനാണ്. നിനക്ക് മനസ്സിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയുക. എന്താണെങ്കിലും ഞാൻ അതിന് നിവൃത്തി ഉണ്ടാക്കാം. മനസ്സ് തെളിഞ്ഞ അയാൾ പറഞ്ഞു, ഗുരു, എന്നെ ശിഷ്യനായി സ്വീകരിച്ച് ഗൂഢവിദ്യകൾ പഠിപ്പിക്കണം. മറ്റൊന്നും എനിക്ക് വേണ്ട. ഗൂഢവിദ്യകൾ മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ നീ ഇത്രയും കാലം വെറുതെ കളയരുതായിരുന്നു. അതെന്നോട് വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിൽ എന്നേ അത് സാധ്യമാക്കിയേനെ. നിഗൂഢ ശാസ്ത്രത്തിലെ രഹസ്യമന്ത്രം ഗുരു എഴുത്തോലയിലാക്കി ശിഷ്യന് നൽകി. എന്നിട്ട് അദ്ദേഹം അവനെ ഓർമ്മിപ്പിച്ചു, ഇത് അതിദിവ്യമായ മന്ത്രമാണ്. ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധനായി 7 വട്ടം ഉരുവിടുക. ക്രമേണ സിദ്ധി കൈവരും. ഈ മന്ത്രം ഉരുക്കഴിക്കുമ്പോൾ കുരങ്ങിനെ ഓർക്കരുത്. കുരങ്ങിനെ ഓർത്താൽ ഫലസിദ്ധി ഉണ്ടാവുകയില്ല. എന്റെ ഗുരുവും എനിക്ക് ഈ നിബന്ധന നൽകിയിരുന്നു. ഞാൻ എന്തിനു കുരങ്ങിനെ ഓർക്കണം? അത് കേട്ടപ്പോൾ ശിഷ്യന് പുച്ഛമാണ് ഗുരുവിനോട് തോന്നിയത്. അയാൾ ഒരു നന്ദി വാക്ക് പോലും പറയാൻ മറന്ന് ക്ഷണം അവിടം വിട്ടു. മന്ത്രം ലഭിച്ചതോടെ ലോകം മുഴുവൻ തന്റെ കാൽ കീഴിലായി എന്ന മനോഭാവമായിരുന്നു അയാൾ. പക്ഷേ അയാളുടെ ഉള്ളിൽ ഒരു വിത്ത് മുള പൊട്ടുകയും അതൊരു വൃക്ഷമായി വളരുകയും ആ വൃക്ഷക്കൊമ്പിൽ ഒരു വാനരൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ മന്ത്രസിദ്ധി കൈവരണമെങ്കിൽ കുരങ്ങനെ ഓർക്കരുതെന്നല്ലേ ഗുരു പറഞ്ഞിരിക്കുന്നത്? പക്ഷേ തന്റെ മനസ്സിൽ ഇപ്പോൾ കുരങ്ങുകൾ കൂട്ടം കൂട്ടമായി കുടിപാർക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. വീട്ടിലെ അച്ചുതഴുതിട്ട മുറിയിൽ അയാൾ എഴുത്തോലയിലെ മന്ത്രം ചൊല്ലാൻ തുടങ്ങും മുമ്പേ കുരങ്ങുകൾ ചാബല്യം കാട്ടാൻ തുടങ്ങിയിരിക്കുന്നു. കുരങ്ങുകളെ ഓർക്കരുതെന്ന് വിചാരിക്കുമ്പോൾ തന്നെ അതൊന്നിനു പുറകെ ഒന്നായി ചുറ്റും നിരക്കുകയാണ്. ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു. കുരങ്ങുകൾ അയാളുടെ ഓർമ്മച്ചില്ലുകൾ തോറും ചാടിക്കളിക്കുന്നു. മന്ത്രസിദ്ധിയൊന്നും ലഭിച്ചില്ലെങ്കിലും കുരങ്ങുകളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി ഒടുവിൽ. തന്റെ ഉറക്കം കെടുത്തിയ കുരങ്ങുകളിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ മന്ത്രമെഴുതിയ ഓല ഗുരുവിനെ തിരിച്ചേൽപ്പിച്ചേ പറ്റൂ എന്ന് അയാൾക്ക് ബോധ്യമായി. നേരം പുലരും മുമ്പേ അയാൾ ഗുരുകുലത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. ഇതൊരു ഗുരുശിഷ്യ കഥയാണ്. എല്ലാവർക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അതോടൊപ്പം എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഞാൻ വീണ്ടും ഒരു കഥയുമായി എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് കഥാസാഗരം. അവതരണം, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.